ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പാളയം ഇമാമിന്റെ വാക്കുകൾ കേട്ടവരൊന്നായി പറയുന്നു. സാഹോദര്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നാടിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. ഇന്ന് അഭിമാനത്തോടെ കേരളം ഉയർത്തിക്കാട്ടുന്നത് പാളയം ഇമാം VP സുഹൈബ് മൗലവിയുടെ വാക്കുകളാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തർക്ക് നോമ്പുകാലത്തും പള്ളികളിൽ ആഹാരവും വിശ്രമ സ്ഥലങ്ങളും ഒരുക്കണം എന്നായിരുന്നു ഇമാമിന്റെ പ്രസ്താവന. ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമളാൻ വിഭവങ്ങളുമെല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളുമെല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സാഹോദര്യം എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നതിന് തെളിവ് പാളയത്തെ ആകാശ ദൃശ്യങ്ങളിലുണ്ട്. താഴെ എത്തിയാൽ മനുഷ്യരും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ആ ഒരു ഐക്യം, സാഹോദര്യം ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന, അത് പറഞ്ഞുറപ്പിക്കുന്ന ഒരാൾ കൂടി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. പാളയം ഇമാം സുഹൈൽ മൗലവി നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങ് പറഞ്ഞ വാക്കുകൾ അത് വലിയ ചർച്ചയാവുകയാണ്, ചർച്ചയാകേണ്ടതാണ് അല്ലേ? ഭിന്നിപ്പിൻ്റെതായിട്ടുള്ള സ്വരങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭിന്നിപ്പിൻ്റെതായിട്ടുള്ള സ്വരങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പങ്കുവെപ്പിൻ്റേതും ആയിട്ടുള്ള, അതല്ലെങ്കിൽ പരസ്പര സ്നേഹത്തിൻ്റേതായിട്ടുള്ള നല്ലൊരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. അതിലൂടെ മാത്രമേ നമ്മുടെ നാടിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മസ്ജിദിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആ മസ്ജിദിനോട് ചാരിയിട്ട് ഒരേ ചുമരിലാണ് ക്ഷേത്രമുള്ളത്. അതുപോലെ തന്നെ ഇതാ നമ്മൾ ചർച്ചും കാണുകയാണ്. അപ്പോൾ ഇതാണ് ഈ 3 ആരാധനാലയങ്ങൾ. ഇതിൻ്റെ ബാക്കിൽ വേറൊരു ചർച്ചും കൂടിയുണ്ട്. ഇങ്ങനെ ഈ 4 ആരാധനാലയങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതുപോലുള്ള കാഴ്ചകൾ നമ്മുടെ കേരളത്തിൻ്റെ മുക്കുമൂലികളിൽ വേറെയുമുണ്ട്. നോമ്പുകാലമാകുമ്പോൾ ഇങ്ങനെ ആ സമയത്ത് ആഹാരം വെക്കുക പതിവുള്ള കാര്യമല്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ സഹോദരിമാർ, ഭക്തജനങ്ങളായിട്ടുള്ള നമ്മുടെ ഈ സഹോദരിമാർ വരുന്നത് വൈകുന്നേരമാണ്. നോമ്പിന് തടസ്സമാവുന്നില്ല, അവർ വരുന്നത് തന്നെ വൈകുന്നേരമാണ്. അപ്പോൾ ഈ പള്ളികളിലൊക്കെ ഈ കഞ്ഞികളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. അപ്പോൾ പാളയം പള്ളിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, ജ്യൂസുകളുണ്ടാവും, ശീതളപാനീയങ്ങൾ ഉണ്ടാവും, ഇതുപോലെ സസ്യാഹാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കഞ്ഞികളുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഭക്തജനങ്ങളായിട്ടുള്ള സഹോദരിമാർക്ക് അവർക്ക് ആവശ്യമെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതിൽ നമ്മളൊരു പിശുക്ക് അതല്ലെങ്കിൽ ലുബ്ധ കാണിക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ നാട്ടിലേക്ക്, ഈ തലസ്ഥാന നഗരിയിലേക്ക് ഒരു കൂട്ടം ആളുകൾ അതിഥികളായിട്ട് വരികയാണ്. ഇപ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്നാൽ 3 ദിവസം അതിഥി എന്നുള്ള അവകാശം തന്നെ അയാൾക്കുണ്ട്. അപ്പോൾ ആതിഥേയനുള്ളത് ബാധ്യതയാണ്. ആതിഥേയർ എന്ന അർത്ഥത്തിൽ അതിഥിയോടുള്ള ബാധ്യത നമ്മൾ നിറവേറ്റണം എന്നാണ് പറഞ്ഞത്. സജികുമാറിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അതിഥികളെ 3 ദിവസം അവരുടെ ആതിഥേയത്വം അവരുടെ അവകാശമാണ് എന്ന് സ്ഥാപിക്കുക കൂടിയാണ്. എന്ത് നല്ല ചിന്താഗതിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഏതൊരാളും, ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി വരുന്ന ഒരാളും ആഹാരത്തിനോ വെള്ളത്തിനോ ഒന്നും ബുദ്ധിമുട്ടേണ്ടതില്ല. ആതിഥേയരായി നല്ല മനസ്സുള്ള മനുഷ്യരിവിടെ ഉണ്ടെന്ന് എങ്ങളിങ്ങ് കയറിപ്പോരെ.